കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കങ്കുവ റിലീസ് ചെയ്തത്. കങ്കുവ റിലീസ് ചെയ്ത ടൈമിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് പടം ഫസ്റ്റ് ദിവസം കാണാൻ പറ്റിയിട്ടില്ല, പടം എന്തായാലും കാണും, കുടുംബാളാണെങ്കിലും പടം കാണും എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസമായിട്ടും പടം എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ആ വീഡിയോ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് നല്ല രീതിയിലുള്ള ടയർഡ്നെസ്സും പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച റെസ്റ്റിലായിരുന്നു. അങ്ങനെ ആ ക്ഷീണമൊക്കെ മാറ്റി പടം കാണാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ എന്ത് വാളാണെങ്കിലും നമ്മൾ പടം കാണും. പടം കാണാൻ വേണ്ടിയിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് ഇറങ്ങിയപ്പോൾ തൃശ്ശൂർ ടൗണിലെ ഒരു തിയേറ്ററിൽ പോലും പടമില്ല, പടം കളിക്കുന്നില്ല. മൊത്തത്തിൽ പടം വാഷ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. നമുക്കറിയായിരുന്നു സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പായിട്ട് കങ്കുവ മാറി എന്നുള്ളത്. പക്ഷെ ഈ ഫ്ലോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത്രമാത്രം എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഫ്ലോപ്പാണെന്നുള്ളതൊന്നും സത്യത്തിൽ നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ആയി തീരും എന്നുള്ളത്. സോ എന്ത് തന്നെയാണെങ്കിലും പടം നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്നൊക്കെ വാഷ് ഔട്ടായി പോയി. ഉള്ളേരിയിൽ പടം കളിക്കണമെന്ന് അറിയില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത്രയും വലിയൊരു ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ് കങ്കുവ. സ്റ്റുഡിയോ ഗീൻ്റെ ചരിത്രത്തിൽ, അതായത് കെ ജ്ഞാനവേൽ രാജയുടെ ചരിത്രത്തിൽ, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരിക്കും കങ്കുവ എന്നുള്ളത്. ശിവയുടെ കരിയറിൽ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരിക്കും കങ്കുവ എന്നുള്ളത്. ഇപ്പം കങ്കുവ 2 ഉണ്ടെന്നൊക്കെ റിലീസിൻ്റെ അന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ചാനലിനോട് നമ്മുടെ ജ്ഞാനവേൽ രാജ പറഞ്ഞു നോക്കിയിട്ട് കാണുന്നുണ്ട് വീഡിയോ. ഇനിയിപ്പോൾ എന്തായാലും ആ പ്രൊജക്റ്റ് ഉപേക്ഷിക്കാനാണ് ചാൻസ്. ഒരു തരത്തിൽ പോലും ഒരു വിശ്വാസം ഉണ്ടാവില്ല. കാരണം ഇനിയൊരു പ്രൊജക്റ്റ് വലിയൊരു ബിഗ് ബഡ്ജറ്റ് പ്രൊജക്റ്റായിട്ട് കങ്കുവ 2 കൊണ്ടുവരും എന്നുള്ളത്. ഇപ്പോൾ കിട്ടുന്ന വേറെ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഗ്രീനിൻ്റെ ഈ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ ഒരു ഓപ്പൺ ഡേറ്റ് അല്ലെങ്കിൽ ഫ്രീ ഡേറ്റ് കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ സംസാരിക്കുന്നുണ്ടെന്ന് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടു. അതെന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഓൾറെഡി ഈ ജ്ഞാനവേൽ രാജ സൂര്യയുടെ ഏതോ കസിൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതങ്ങനെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് നമുക്ക് ഈ സൂര്യയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ്. അതായത് എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും 2 വർഷം കൊണ്ട് ഈ സിനിമ അഭിനയിച്ചെടുക്കുമ്പോൾ അത് മൊത്തത്തിൽ കൊളാപ്സ് ചെയ്ത് പോകാന്ന് പറയില്ലേ, ആ ഒരു ലെവലിലുള്ള അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് നമ്മൾ ഒരു തരത്തിൽ പോലും വാചക കസർത്ത് നടത്തരുത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആവശ്യമില്ലാത്തവരെ വെല്ലുവിളിക്കരുത്, ഒരിക്കലും വെല്ലുവിളിക്കരുത്. അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും. മൊത്തത്തിൽ ദളപതി വിജയ് എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡുകളെ വെല്ലുവിളിച്ചിട്ടാണ് സൂര്യ ഫാൻസ് ആയിക്കോട്ടെ മൊത്തത്തിൽ മുമ്പുണ്ടായിരുന്നത്. ദളപതി വിജയ് എന്ന് പറഞ്ഞത് വേറെ ലീഗാണ്. അത് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർഡത്തിൻ്റെ പവറും ആളുടെ ഒരു ജന സപ്പോർട്ടും അതൊരു വേറെ ലെവലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും സൂര്യ ഫാൻസ് സൂര്യനെ കമ്പയർ ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. സൂര്യ നല്ല സിനിമകൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, കൊമേഴ്സ്യൽ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്യുക, കണ്ടന്റ് വാല്യൂ ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും സൂര്യക്ക് കയറി വരാം. കാരണം ഇതൊന്നും ഒരു അവസാനമൊന്നുമല്ല. അപ്പോൾ കങ്കുവ ആണെങ്കിൽ അവസാനവും കാര്യങ്ങളൊന്നുമല്ല. നല്ല രീതിയിൽ ഇനിയും പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സൂര്യക്ക് ഇനിയും കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു വിടവുണ്ട്. അപ്പോൾ ആ ഒരു വിടവിലേക്ക് വരാം എന്നുള്ളൊരു മനസ്സിൽ ധാരണയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ജനങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളൊരു സ്പേസാണ്. ആ സ്പേസിലേക്കൊന്നും അങ്ങനെ കടക്കാൻ പറ്റില്ല. സൂര്യക്ക് ഇൻഡിപെൻഡൻ്റ് ആയി സൂര്യയുടേതായിട്ടുള്ള നല്ല നല്ല സിനിമകൾ ചെയ്യാം, കളക്ഷൻസ് വരാം, ഇനിയും നല്ല കാലങ്ങളും ഇനിയും നല്ല സിനിമകൾ ഇനിയും സൂര്യക്ക് വരാനുണ്ട്. കുറച്ചും കൂടി സിനിമയുടെ സ്ക്രിപ്റ്റുകളിലൊക്കെ നല്ല രീതിയിൽ, അതായത് സിനിമയുടെ ടോട്ടൽ വാല്യൂ ഉള്ള സ്ക്രിപ്റ്റുകളിലൊക്കെ ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഡയറക്ടേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുന്നതൊക്കെ നല്ല നോക്കി സെലക്ട് ചെയ്യുക. വിജയൊക്കെ സെലക്ട് ചെയ്തിരുന്ന പോലെ അപ്പോൾ മുരുകദാസ്, നെൽസൺ, ലോകേഷ്, അറ്റ്ലി, അങ്ങനത്തെ വലിയ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ RJ ബാലാജിക്കിൻ്റെ സിനിമ വരാൻ പോകുന്നതിന് കുഴപ്പമുണ്ടാവില്ല. വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഈ സിനിമകൾക്ക് വലിയ പ്രതീക്ഷ, കാർത്തിക് സുബ്രാജ് ആയിട്ടുള്ള പടം വരാൻ പോകുന്നുണ്ട്. ഈ സിനിമയിലൊന്നും അങ്ങനെ വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. കാർത്തിക് സുബ്രാജാണ് പിന്നെയും നമുക്ക് ഒരു വിശ്വാസം ഉള്ളത്. ഇപ്പോൾ പേട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിഗർദണ്ഡ ആയിക്കോട്ടെ നന്നായി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യക്ക് നല്ല ഭാവിയുണ്ട്. കങ്കുവയിലുള്ള കേസുകളൊക്കെ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ജ്ഞാനവേൽ രാജ്യം അവർക്ക് പ്രൊഡക്ഷൻ ഹൗസ് വീണ്ടും സിനിമകളൊക്കെ നല്ല ചെയ്ത് വീണ്ടും വരാനൊക്കെ പറ്റും. കാരണം അങ്ങനെ ഒന്ന് കുലുങ്ങി പോകുന്നൊരു തരത്തിലുള്ള പ്രൊഡക്ഷൻ ഹൗസ് ഒന്നല്ല, അത്യാവശ്യം നല്ല ബാക്കപ്പ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ടീം തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള സംഭവം വെച്ചാൽ എല്ലാവരും ട്രോളുകളിൽ നിറയ്ക്കേണ്ടതാണ് ശിവ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ. എന്ത് അടിസ്ഥാനത്തിലാണ് ശിവനെ ഇങ്ങനെ കളിയാക്കണത്? ഞാൻ പറഞ്ഞു കങ്കുവ എന്നുള്ള ഒരു സിനിമയുടെ ബേസിൽ കളിയാക്കിക്കോ, നോ പ്രോബ്ലം, ആളെ അർഹിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷെ മൊത്തത്തിൽ കാണുന്നത് അജിത്തിന് ഒരു കരിയർ ഭയങ്കര മോശമാക്കി കൊടുത്തു, ഇപ്പോൾ സൂര്യക്ക് കരിയർ മോശമാക്കി കൊടുത്തു. എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ. ഞാനിപ്പോൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശിവ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ശിവയുടെ മുമ്പത്തെ സിനിമകൾ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ശിവയുടെ ഫസ്റ്റ് ഇവിടെ ആയിട്ടുള്ള സിറുത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കണ്ട ആളാണ് ഞാൻ.
തിയേറ്ററിലൊക്കെ ഉള്ള ഓളം കാണാം. അന്ന് കാർത്തിയുടെ 3ാമത്തെ 4ാമത്തെ സിനിമയായിട്ടുള്ള സിർത്തൈ എന്ന് പറയുന്ന പടം. ആ പടം വിക്രമാർകുഡു എന്ന് പറയുന്ന രാജമൗലിയുടെ സിനിമയുടെ റീമേക്കാണ്. ആ സിനിമ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുള്ള രീതി കുറെ കട്ട് കോപ്പി സീനുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് കിടിലനായിട്ട് പ്രഭുദേവ പോക്കിരി ചെയ്ത പോലെ ഇല്ലാന്ന് പുള്ളിയുടെ രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പടമാണ് സിർത്തൈ എന്ന് പറഞ്ഞ പടം. അങ്ങനെയാണ് പുള്ളിക്ക് സിർത്തൈ ശിവ എന്നുള്ള പേര് കിട്ടുന്നത്. കിടിലൻ ടെക്നീഷ്യനാണ്, കിടിലൻ ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. അതിനുശേഷം വീരം എന്ന് പറയുന്ന പടം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. സിർത്തൈ ശിവയുടെ വീരം അജിത്തിനെ നായകനാക്കിയിട്ട് 2009 എനിക്ക് സോറി വർഷം കറക്റ്റ് ഓർമ്മയില്ല. ജില്ലയുടെ ഓപ്പോസിറ്റ് വരുന്ന പടം കിടിലൻ പടമാണ്. അന്നത്തെ വിന്നറായിരുന്നു വീരം. പിന്നെ വേതാളം ഷോർട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. കിടിലൻ മാസ് അപ്പീലിൽ കൊടുത്ത പട അജിത്തിന്. പിന്നെ വിവേകം ഒന്ന് കൈപാടി. അതിനുശേഷം വിശ്വാസം എടുത്തു, നല്ല കളക്ഷൻ ഉണ്ടാക്കി, അത് ഹിറ്റാണ് പടം. അതിനുശേഷം അണ്ണാത്തെ കൊണ്ടുവന്നു. അണ്ണാത്തെ റൂറൽ ഏരിയയിലൊക്കെ പടം ഹിറ്റാണ്. പറഞ്ഞത് ശിവ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ എല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ശിവ ഈസ് എ ബെസ്റ്റ് ഡയറക്ടർ, അതിലൊന്നും ഒരു തറക്കൂല. ശിവയ്ക്ക് ഇനിയും ഡേറ്റ് കിട്ടും. അജിത്ത് ഇപ്പം അടുത്ത പടം കൊടുത്തു എന്ന് പറഞ്ഞാൽ അജിത്ത് പൊട്ടനൊന്നല്ല കൊടുക്കാനായിട്ട്, ഇങ്ങനെ ഫ്ലോപ്പുകൾ തരുന്ന ആളൊന്നല്ല കൊടുക്കാനായിട്ട്. നമ്മൾ വെറുതെ ഇന്നലെ പടം കണ്ടു തുടങ്ങിയിട്ടുള്ള ടീമുകളാണ് വെറുതെ എന്ന് പറയുന്നത് ശിവനെ കളിയാക്കണത്. ശിവ സിനിമേനെ പറ്റി നിങ്ങൾ അത്രമാത്രം കുറച്ച് കാലം മുമ്പ് വരെ കണ്ടു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ശിവയുടെ പടങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശിവ ഇനിയും കിട്ടിലൻ ഷുവർ ഷോട്ട് ഹിറ്റുകൾ ശിവ ഇനിയും കൊടുക്കും. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചോ. ഫ്യൂച്ചറിലെ കാര്യം ഞാൻ പറയണത്. കാരണം അത്രയും ബെസ്റ്റ് ഡയറക്ടറാണ്. പിന്നെ ഏത് ഡയറക്ടറാണെങ്കിലും ആന അടിതെറ്റി വീഴുമെന്ന് പറഞ്ഞ പോലെ പുള്ളിക്കും പരാജയങ്ങൾ സംഭവിച്ചു. ആ പരാജയങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ അതാണ് എനിക്ക് ഈ വീഡിയോയിൽ ഇനി കങ്കുവോട് കൂടിയിട്ടുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണത്. കങ്കുവയുടെ പ്രൊഡക്ഷൻ ഹൗസ് കളക്ഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തന്നെ അവർ അടുത്ത കാര്യത്തിലേക്ക് റിക്കവർ ചെയ്ത് അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. ശിവൻ അജിത്തിൻ്റെ പടമാണ് ചെയ്യാൻ പോണത്. എന്തായാലും കിൻഡൽ സാധനമായിട്ട് കൊണ്ടുവരും. ഈ ഒരു ക്ഷീണം എല്ലാത്തിലും മറക്കും. സൂര്യൻ ഈ ക്ഷീണം മറക്കുന്ന രീതിയിൽ നല്ല പടമായിട്ട് വരട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.